ഇപ്പോൾ ബി.ജെ.പി. നേതാവ് യുവരാജ് ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. യുവരാജ്, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നു. ഇപ്പോൾ ഇതാ മുഖ്യപ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ പോറ്റിയുടെ ചില തുറന്നു പറച്ചിലിൽ നിന്നായിരുന്നു. ഇപ്പോഴിതാ പോറ്റിയും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെ പ്രതികരിക്കും? വളരെ കൃത്യമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡീലാണ് നിലവിലെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം LDF നേതാക്കളായിരുന്നു ആദ്യം ഇതിന്റെ പുറകിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെന്നുണ്ടെങ്കിൽ അന്വേഷണം പതുക്കെ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും മറ്റ് UDF നേതാക്കളിലേക്ക് കൂടി എത്തുന്നുവെന്ന് കണ്ടതോടുകൂടി പരസ്പര ഒരു സഹകരണ സംഘമായിട്ട് VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഹകരണാത്മക പ്രതിപക്ഷവും സഹകരണാത്മക ഭരണപക്ഷവുമായിട്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ശബരിമലയിൽ സംയുക്തമായിട്ടുള്ള, നമുക്കറിയാലോ, സച്ചിൻ സേവാഗ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായ ഒരു പാർട്ട്ണർഷിപ്പ് കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. സഖാക്കൾ മോഷ്ടിക്കുന്ന സാധനം കോൺഗ്രസ്സുകാർ കൊണ്ട് വിൽക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനാസ്ഥ മൊത്തത്തിലുള്ള അന്വേഷണത്തിൽ ഉൾപ്പെടെ നമ്മളിപ്പോ കാണുന്നുണ്ട്. ഹൈക്കോടതിയുടെ കീഴിലാണ് SIT അന്വേഷിക്കുന്നതെങ്കിൽ പോലും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ മനുഷ്യരാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ അടിപ്പെടേണ്ടതുണ്ട്. ഇനി നാളെ UDF അധികാരത്തിൽ തിരിച്ചു വന്നാലും LDF തന്നെ അധികാരത്തിൽ തുടരുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിലും ഈ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മന്ദീഭവിച്ച പോക്ക് നടക്കുന്നത്. നോക്കൂ, ഇപ്പൊ ജാമ്യം ലഭിക്കുന്ന സ്വാഭാവിക ജാമ്യങ്ങളാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. അങ്ങനെ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരാവട്ടെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളാകട്ടെ എന്നുള്ളത്. അയ്യപ്പന്റെ കാര്യത്തിനകത്ത് എത്ര ലാഘവത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നോക്കുന്നേ. അവർക്ക് ജാമ്യം കിട്ടാൻ ഉതകുന്ന തലത്തില് എല്ലാ തരത്തിലുള്ള സഹകരണവും അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, കേരളത്തിനകത്ത് പ്രബുദ്ധത എന്നൊക്കെ പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വീണ്ടും 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 തെളിയിക്കപ്പെടുന്നതാണ് ഇത്തരം കേസുകൾ. ഓക്കെ യുവരാജ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.